തെരുവു നായ്ക്കളെ എല്ലാവരും ശല്യമായി കാണുമ്പോൾ സുനിത കണ്ടിരുന്നത് അവയെ സ്വന്തം മക്കളെ പോലെയാണ്. തൃശൂരിലെ തെരുവുകളിൽ അപകടത്തിൽപ്പെട്ടതും അസുഖം ബാധിച്ചതുമായ 160ഓളം നായ്ക്കളെയാണ് സുനിത സ്വന്തം വീട്ടിൽ വെച്ച് പോറ്റിയിരുന്നത്. കരുണയുടെ പ്രതീകമായി സ്വയം മാറിയ സുനിതയ്ക്ക് പക്ഷേ ബംഗളൂരുവിൽ നേരിടേണ്ടി വന്നത് മനുഷ്യത്വമില്ലാത്ത ക്രൂരതയാണ്. അരി വാങ്ങാൻ കാശില്ലാതെ നിവൃത്തികേടുകൊണ്ട് മാത്രമാണ് സുനിത ബംഗളൂരുവിലേക്ക് ജോലിക്ക് പോകുന്നത്. പക്ഷേ താൻ എത്തിപ്പെട്ടത് ഇങ്ങനെയൊരു സ്ഥലത്താകുമെന്നും അവിടെ തനിക്കായി കാത്തിരുന്നത് മരണമായിരിക്കുമെന്നും അവർ ഒരിക്കലും കരുതി കാണില്ല. 12 വർഷങ്ങൾക്ക് മുൻപ് ഒരു നായ്ക്കുട്ടി വഴിതെറ്റി വീട്ടിലേക്കെത്തിയതോടെയാണ് സുനിത നായ്ക്കളെ സംരക്ഷിക്കാൻ തുടങ്ങുന്നത്. അപകടത്തിൽ പരിക്കേറ്റ വഴിയോരത്ത് കിടക്കുന്നവയും വയസ്സായി രോഗം ബാധിച്ച് വീടുകളിൽ നിന്നും പുറന്തള്ളുന്നവയും അടക്കം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട എല്ലാ നായ്ക്കളെയും സുനിത വീട്ടിലെത്തിച്ച് നോക്കാൻ തുടങ്ങി. വെറും 4 വർഷത്തിനുള്ളിൽ നായ്ക്കളുടെ എണ്ണം 60 കടന്നു. ഇത്രയും നായ്ക്കളെ സംരക്ഷിച്ചു പോരുക എന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളി നേരിടുന്ന ഒന്നു തന്നെയായിരുന്നു. എന്നാൽ നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ സഹായം ലഭിച്ചതോടെ സംരക്ഷിക്കുന്ന നായ്ക്കളുടെ എണ്ണം 160 നിൽക്കുകയായിരുന്നു. നായ്ക്കൾക്കെല്ലാം ചികിത്സയും ലഭ്യമാക്കിയിരുന്നു. തെരുവു നായ്ശല്യം എന്ന് എവിടെ വാർത്ത കേട്ട് കഴിഞ്ഞാലും സുനിത അവിടേക്ക് സ്കൂട്ടറിലെത്തുമായിരുന്നു. തുടർന്ന് ആ നായ്ക്കളെ പിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. വാടാനപ്പള്ളി ഭാഗത്തു നിന്നുള്ള 7 സ്കൂളുകളിൽ നിന്നും മിച്ചം വരുന്ന ഉച്ചഭക്ഷണം പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയാണ് അവർ നായ്ക്കളെ പോറ്റിയിരുന്നത്. സ്കൂൾ അടച്ചതോടെ നായ്ക്കൾക്കുള്ള ഭക്ഷണം നൽകാൻ നിവൃത്തിയില്ലാതായി. കൂടാതെ LIC ഏജന്റ് എന്ന നിലയിലുള്ള വരുമാനവും തികയാതെ വന്നതോടുകൂടിയാണ് സുനിത ബംഗളൂരുവിലേക്ക് പോകുന്നത്. ദീപക് കൃഷ്ണൻ എന്നയാൾ തെരുവു നായ്ക്കളെ സംരക്ഷിക്കാൻ നടത്തുന്ന കേന്ദ്രത്തിൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന വിവരമറിഞ്ഞതോടെയാണ് സുനിത ഇയാളെ ബന്ധപ്പെടുന്നത്. 40,000 രൂപ ശമ്പളം ലഭിക്കുമെന്ന് കൂടി അറിഞ്ഞതോടെ ഏപ്രിൽ 17 ബംഗളൂരുവിലേക്ക് സുനിത പോകുന്നത്. അവിടെ വലിയൊരു പറമ്പിന് നടുവിലായി ചെറിയൊരു വീട്ടിൽ 16 നായ്ക്കളെയാണ് നോക്കേണ്ടിയിരുന്നത്. സുനിതയ്ക്കൊപ്പം ബന്ധുവായ ഒരു പെൺകുട്ടിയും മറ്റൊരു യുവതിയും പോയിരുന്നു. ആദ്യ ദിവസങ്ങളിലൊന്നും ഇവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2 ദിവസങ്ങൾക്കു ശേഷം ദീപക് മദ്യപിച്ചെത്തി സ്ഥിരമായി പ്രശ്നങ്ങളുണ്ടാക്കാൻ തുടങ്ങി എന്നാണ് സുനിതയുടെ കൂടെ പോയ പെൺകുട്ടി പറയുന്നത്. ദീപക് മോശമായി പെരുമാറാൻ തുടങ്ങിയപ്പോൾ ജോലി മതിയാക്കുകയാണെന്ന് ഇവർ അറിയിച്ചിരുന്നു. ബുധനാഴ്ച വീട്ടിലേക്ക് പോകുമെന്നും പറഞ്ഞു. ആദ്യം സമ്മതിച്ചുവെങ്കിലും പിന്നീട് മദ്യപിച്ചെത്തി ഇയാൾ ഇതിനെ എതിർക്കുകയായിരുന്നു. എന്നാൽ ഈ എതിർപ്പ് മറികടന്ന് നാട്ടിലേക്ക് പോകുമെന്ന് സുനിത അറിയിച്ചതോടെയാണ് ഇയാൾ സുനിതയെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. അയാളോട് ആരും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ദീപകിന് ഇഷ്ടമല്ലായിരുന്നുവത്രേ. അയാൾ ശരിക്കും ഒരു സൈക്കോയെ പോലെയായിരുന്നു പെരുമാറിയിരുന്നത്. ഈ സമയം പിടിച്ചുമാറ്റാനായി ശ്രമിച്ച 2 പേരെയും ഇയാൾ ഭീഷണിപ്പെടുത്തി. കുറെ നേരം നെഞ്ചിൽ ചവിട്ടുകയും തലമുടി പിടിച്ച് വലിക്കുകയും കൂടാതെ തല അലമാറയിലിട്ട് ഇടിക്കുകയും ചെയ്തു. അടിയേറ്റ് സുനിതയുടെ ബോധം നഷ്ടമായപ്പോൾ അവർ അഭിനയിക്കുകയാണ്, ഉറങ്ങുകയാണ് എന്നെല്ലാമാണ് അയാൾ പറഞ്ഞതെന്നും കൂടെയുണ്ടായിരുന്നവർ പറയുന്നു. പിന്നീട് ഇവരെ പൂട്ടിയിട്ട ശേഷം ഇയാൾ പുറത്തുപോയ സമയത്താണ് സംഭവം പോലീസിനെ അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് എത്തി ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പോലീസ് എത്തിയപ്പോൾ അവിടെ നടന്നതിനെ പറ്റിയെല്ലാം പറഞ്ഞിട്ടും അയാൾക്കെതിരെ ബംഗളൂരു പോലീസ് യാതൊരു നടപടിയും എടുത്തില്ല എന്ന ആക്ഷേപവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. പിന്നീട് സുനിതയെ ഭർത്താവ് ഷിൻഡോ ബംഗളൂരുവിലെത്തി നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. തുടർന്ന് തൃശൂരിൽ ചികിത്സയിലിരിക്കവെയാണ് സുനിത മരണത്തിന് കീഴടങ്ങുന്നത്. സുനിതയെ ഉപദ്രവിച്ച വ്യക്തി ഫോണിലൂടെ ഒരു ഭീഷണി സന്ദേശവും അയച്ചിട്ടുണ്ട്. അവളുടെ കഴുത്തിൽ ഞാൻ നന്നായി കൊടുത്തിട്ടുണ്ട്. അവളെ ആംബുലൻസിൽ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. അവൾ ചത്തുകഴിഞ്ഞാൽ ബാക്കി നോക്കാം. അതാണ് DK, മനസ്സിലായോ എന്നായിരുന്നു ഇയാൾ ഫോണിലൂടെ അയച്ച ഭീഷണി സന്ദേശം. സംഭവത്തിൽ പ്രതിയായ ദീപകിനെ ഇതുവരെയും പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടുമില്ല.